നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. OICC ഷാർജയുടെ ആഭിമുഖ്യത്തിൽ പുതുവത്സര കുടുംബ സംഗമം സംഘടിപ്പിച്ചു. അജ്മാൻ ഹീലിയോയിൽ നടന്ന ചടങ്ങിൽ നിരവധി OICC കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. പ്രസിഡന്റ് ഷഫീഖ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി നവാസ് തേക്കട സ്വാഗതവും ട്രഷറർ ദിജേഷ് ചേനോളി നന്ദിയും പറഞ്ഞു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മധുവിനുള്ള ഉപഹാരം മുഖ്യ രക്ഷാധികാരി മുഹമ്മദ് ജാബിർ സമ്മാനിച്ചു. SNDP യോഗം സേവനം UAEയുടെ നേതൃത്വത്തിൽ അജ്മാൻ ജർഫിലെ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ തുടർച്ചയായി 14-ാം വർഷവും ശിവഗിരി തീർത്ഥാടനം സംഘടിപ്പിച്ചു. രാവിലെ ആരംഭിച്ച ആചാര അനുഷ്ഠാനങ്ങൾക്ക് ശിവഗിരി മഠം തന്ത്രികൾ സനൽ ശാന്തി നേതൃത്വം നൽകി. UAEയിലെ വിവിധ എമിറേറ്റുകളിൽ നിന്നും എത്തിയ ആയിരക്കണക്കിന് ശ്രീനാരായണീയ ഭക്തർ പദയാത്രയിൽ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരുവിന്റെ വിഗ്രഹം വഹിച്ചുള്ള റിക്ഷയുമായി പദയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമികളും ഋതംബരാനന്ദ സ്വാമികളുമായിരുന്നു. SNDP യോഗം സേവനം UAE സെൻട്രൽ കമ്മിറ്റി ചെയർമാൻ MK രാജന്റെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ദുബായിലെ ഇന്ത്യൻ കൗൺസിൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ഉദ്ഘാടനം ചെയ്തു. പ്രാർത്ഥനാ നിർഭര ചടങ്ങുകളുടെയും അനുഷ്ഠാന കലകളുടെ പ്രതീകാത്മക അവതരണത്തിന്റെയും അകമ്പടിയോടെ റാസൽ ഖൈമയിൽ നടന്ന അയ്യപ്പ മഹോത്സവം ശ്രദ്ധേയമായി. റാസൽ ഖൈമ അയ്യപ്പ ധർമ്മ സംരക്ഷണ ആധ്യാത്മിക സമിതിയുടെ നേതൃത്വത്തിൽ റാക്ക് എക്സ്പോയിൽ നടന്ന ചടങ്ങുകളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് അയ്യപ്പ ഭക്തർ പങ്കെടുത്തു. മുൻ ശബരിമല ഗുരുവായൂർ മേൽശാന്തി എഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. സന്നിധാനന്ദൻ നയിച്ച ഭക്തിഗാനസുധ, ഏലൂർ ബിജു അവതരിപ്പിച്ച സോപാന സംഗീത അഷ്ടപതി, ഭരതം ദുബായ്, നാദം റാസൽ ഖൈമ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തായമ്പക, ചെമ്പടമേളം, K രഘുനന്ദൻ, അമ്പലപ്പുഴ ശ്രീകുമാർ എന്നിവർ നയിച്ച നായാട്ടുവിളി തുടങ്ങിയവ അയ്യപ്പ മഹോത്സവത്തിന് നിറവേകി. നാടകത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സസ്പെൻസ് ത്രില്ലറായ ആട്ടം ഈ മാസം 11-ന് ഗൾഫിൽ പ്രദർശനത്തിനെത്തും. നവാഗതനായ ആനന്ദ് ഏകർഷി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച സിനിമയിൽ വിനയ് ഫോർട്ട്, കലാഭവൻ ഷാജോൺ എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങൾ. പുതുമുഖ നടി സരിൻ ഷിഹാബാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പ്രമുഖ സംരംഭകൻ ഡോക്ടർ അജിത് ജോയ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം. കേരളത്തിൽ റിലീസായ പടം മികച്ച അഭിപ്രായങ്ങൾ നേടിയ ശേഷമാണ് ഗൾഫിൽ റിലീസിനെത്തുന്നത്. നാടക പ്രവർത്തകരായ പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി നിർമ്മിച്ച പടം മികച്ച തിരക്കഥയുടെ പിൻബലത്തിലാണ് കേരളത്തിൽ കയ്യടി നേടിയത്. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക. news@pravasibharati.com അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ news@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.